ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളങ്ങ് സുഖം വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത്, നിങ്ങളെല്ലാവർക്കും അറിയാം, നമ്മുടെ വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് അല്ലേ. നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേർക്കുണ്ടായ സംശയമായിരുന്നു ഈ പറയുന്ന വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് തസ്തിക എന്നുള്ളതും, അതേപോലെ തന്നെ അവരുടെ ഡ്യൂട്ടിയിൽ പെടുന്നത് എന്തെല്ലാം ആയിരിക്കും എന്നുള്ളത് അല്ലേ. കാരണം ഈ പറയുന്ന വില്ലേജ് അസിസ്റ്റൻ്റ് എന്നും വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് തസ്തികകൾ നിങ്ങൾക്ക് രണ്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ഒന്ന് LD-യും മറ്റൊന്ന് LGS-ഉമാണ് അല്ലേ. അപ്പം അതിനകത്തുള്ള വ്യത്യാസം എന്താണ്, അതേപോലെ തന്നെ ഇവരുടെ ഡ്യൂട്ടി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേർ സംശയമായിരുന്നു ഈ പറയുന്ന ആ ഒരു ജോലിയെക്കുറിച്ച് ഒന്നുകൂടെ പറയണമെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ഈ പറയുന്ന വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് ആണല്ലോ. ഇതൊരു മുൻ വർഷങ്ങൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഒരു പകർപ്പാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത് ആണല്ലോ. പ്രധാനമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു വേക്കൻസിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു 2027 നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിനകത്ത് പുതുക്കിയ ഇത് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൽകിയിട്ടുള്ള പുതുക്കിയ ഒരു സാലറീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലേ. പറയുന്ന 23,700 മുതൽ 52,600 വരെയുള്ള ഒരു സാലറി സ്കെയില് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഴയ നോട്ടിഫിക്കേഷനകത്ത് 2021 വന്നിട്ടുണ്ടായ നോട്ടിഫിക്കേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അതിനകത്ത് ഏകദേശം 17,500 സംതിങ് ആയിരുന്നു എന്ത് ചെയ്യുന്നത് അതിനകത്ത് നൽകിയിട്ടുണ്ടായിരുന്ന സാലറി എന്ന് പറയുന്നത് അല്ലെ. അതിപ്പോൾ പുതുക്കിയിട്ട് 23,700 വരെ എന്ത് ചെയ്യുന്നുണ്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടും 18 മുതൽ 36 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്ന പ്രായം നൽകിയിട്ടുള്ളത്. അതിനകത്ത് SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് അല്ലേ. കൂടെയൊക്കെ ഈ പറയുന്ന 40 വയസ്സ് വരെയൊക്കെ ഈ പറയുന്ന രീതി 41 വയസ്സ് വരെയൊക്കെ എന്ത് ചെയ്യാൻ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. അതായത് വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എഴുതി നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നുള്ളതാണ് അല്ലേ. എവിടെയായിരിക്കും പ്രധാനമായിട്ട് നമുക്കറിയാം, പ്രധാനമായിട്ട് ഈ പറയുന്ന വില്ലേജുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക എന്നുള്ളതാണ് അല്ലേ. വില്ലേജ് താലൂക്ക് എന്നീ പറയുന്ന ഓഫീസുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് സെലക്ഷനും മറ്റും ലഭിക്കുക എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ഡ്യൂട്ടി വരുന്നത് ഒന്ന് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്നുള്ളതാണ്. ഫീൽഡ് അസിസ്റ്റൻ്റ്, ഈ ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഒരു വില്ലേജിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ഒരു വില്ലേജ് ഓഫീസർ കാണും അല്ലേ. തോന്നിക്കൊരു ഒരു വില്ലേജ് ഓഫീസർ കാണും ആണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാത്തപ്പോൾ ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കാണും അല്ലേ. അല്ലെങ്കിൽ എന്താണ് വില്ലേജ് അസിസ്റ്റൻ്റ് കാണും അല്ലേ. ഇവരെല്ലാം തന്നെ ഈ പറഞ്ഞ ഫീൽഡിൽ പോവാറുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വില്ലേജ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓഫീസിൽ മാത്രം വയ്ക്കുന്ന ഒരു ജോലിയല്ല. അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ ഫീൽഡിൽ ഇറങ്ങി എന്ത് ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യേണ്ടതായിട്ടും വരും ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് എന്ത് ചെയ്യുന്നില്ല വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റിൽ തോന്നില്ല എന്നുള്ളതാണ് ആണല്ലോ. അതേപോലെ പ്രധാനമായിട്ട് ഫീൽഡ് വർക്ക് അതിനകത്ത് എന്ത് ചെയ്യും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വില്ലേജ് അസിസ്റ്റൻ്റ് കൂടെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൻ്റെ ഒക്കെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ പറയുന്ന പ്ലോട്ടുകളിലും മറ്റും എന്ത് ചെയ്യണം പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അവർക്ക് ഈ പറയുന്ന മെഷർമെൻറ്റ് എടുക്കാനായാലും അല്ലെങ്കിൽ പറഞ്ഞ വില്ലേജിൽ പറയുന്ന ഓരോ ഫീൽഡുകൾ ചെന്ന് കണ്ട് അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. വില്ലേജ് അസിസ്റ്റൻ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകേണ്ടതായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതിനകത്ത് ഈ പറയുന്ന ചില രീതിയിൽ ഭാഗമായിട്ട് മെഷർമെൻറ്റുകൾ അല്ലേ. അതിനകത്ത് വരുന്ന മെഷർമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യാണ് പറഞ്ഞ് എടുക്കേണ്ടതൊക്കെ ആരാണ്, ഈ പറഞ്ഞ വില്ലേജ് അസിസ്റ്റൻ്റ് ആണ്. രണ്ടാമത് ലൊക്കേഷൻ മാപ്പാണ്. ഓക്കെ, ലൊക്കേഷൻ മാപ്പാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലോൺ എടുത്തവർ അല്ലേ, പറഞ്ഞ വീടോ അല്ലെങ്കിൽ വസ്തുവൊക്കെ വെച്ചിട്ട് ലോൺ എടുത്തവരാണെങ്കിൽ ഈ ബാങ്കുകൾ പ്രധാനമായിട്ട് ലൊക്കേഷൻ മാപ്പുകൾ അല്ലേ ചോദിക്കാറുണ്ട് അല്ലേ. ഈ പറയുന്ന ലൊക്കേഷൻ മാപ്പ് ഇഷ്യൂ ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഈ പറയുന്ന വില്ലേജുകളിൽ നിന്നാണ് അല്ലേ. എവിടെ നിന്നാണ് ഇത്, വില്ലേജുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇത് നൽകി വരുന്നത് എന്നുള്ളതാണ്. ഈ ലൊക്കേഷൻ മാപ്പ് നൽകേണ്ടത് ആരാണിത്, ഇപ്പം അത് ഈ പറയുന്ന വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ്. ഓക്കെ, വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ് ആണ് ഇത് എന്ത് ചെയ്യണം തയ്യാറാക്കുന്നത്. ഇത് പിൽക്കാലത്ത് അത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ശരിയായ രീതിയിൽ വില്ലേജ് ഓഫീസർ എന്നാണ് നോക്കി വിലയിരുത്തിയത് ശരിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. അപ്പോൾ ഇതിനുള്ള മെഷർമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ലൊക്കേഷൻ മാപ്പിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണിത്, ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് അല്ലേ. പ്രധാനമായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് എന്ത് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമതായിട്ടാണ് ഈ പറഞ്ഞ ട്രഷറിയിലും താലൂക്കിലൊക്കെ ഈ പറഞ്ഞ പൈസ അല്ലെങ്കിൽ ഇപ്പം എന്താണ്
പറഞ്ഞ ടാക്സ് എന്ത് ചെയ്യുക അടയ്ക്കുക എന്നുള്ളത്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസിൻ്റെയും താലൂക്ക് ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റവന്യൂ പിരിക്കുക എന്നുള്ളതാണ്, അല്ലെ, ടാക്സ് പിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജോലി എന്ന് പറയുന്നത് ആണല്ലോ. ഈ പറയുന്ന പിരിച്ചെടുക്കുന്ന ടാക്സുകൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വില്ലേജുകളിലും മറ്റു ഈ പറയുന്ന ടാക്സുകൾ കൊണ്ട് അടയ്ക്കാറുണ്ട്, അല്ലെ, കരം അടയ്ക്കാൻ നമ്മൾ പോകാറുണ്ട്, അല്ലേ. ഇപ്പോൾ കരമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിട്ടുന്ന കരങ്ങളൊക്കെ ഈ പറയുന്ന താലൂക്കിലും മറ്റ് റവന്യൂ ഓഫീസുകളിലും മറ്റേ എന്ത് കൊണ്ട് അടയ്ക്കുന്നത് ആരാണ്? ഈ പറയുന്ന വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാം ഓൺലൈൻ ആയിട്ടുണ്ട്, അല്ലേ. ഈ പറഞ്ഞ കരവും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് എപ്പോഴും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ ഓഫ്ലൈനായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലേ. അപ്പോൾ അതൊക്കെ തിരിച്ചുകൊണ്ട് അടയ്ക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പ്രധാനമായിട്ടും വില്ലേജ് ബിൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നത് ആണെന്നുള്ളതാണ്. ഓക്കെ. മറ്റൊന്നാണ് ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലോട്ട് മെഷർ എന്ന് പറയുന്നത്. ഒരു വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയം, വസ്തുവായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ വരുന്ന സമയം, അല്ലേ, ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ പ്ലോട്ടും മറ്റു കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുക എന്നുള്ളത്, അല്ലേ. ഒരു പുരയിടം, അല്ലേ, ഒരു പുരയിടവും മറ്റും കാര്യങ്ങളും, അല്ലേ, പുരയിടവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മെഷർമെൻറ്റുകൾ എടുക്കുകയും ആ പുരയിടം ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എത്ര ചതുരശ്ര അടിയാണുള്ളത്, അല്ലേ, എത്ര സെൻറ്റ് ഉണ്ട്, എത്ര ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വിലയിരുത്തുന്നതും, അല്ല, അതിനെക്കുറിച്ചുള്ള എന്താണ് പ്ലോട്ട് മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ആരാണത്? ഈ പറഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ പ്ലോട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ പറയുന്ന ഒരു വസ്തുവൊക്കെ മേടിച്ചിട്ടുള്ളവരാണെങ്കിൽ വില്ലേജിൽ നിന്ന് ആൾ വന്ന് അളക്കാറുണ്ട്. പ്രധാനമായിട്ടും വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറോ ഒക്കെ വന്ന് എന്ത് അളക്കാൻ നേരത്ത് പ്രധാനമായിട്ട് അവർ ഈ പറയുന്ന അളക്കാൻ വേണ്ടി സഹായിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പ്ലോട്ട് നിർമ്മാണവും, അല്ലേ, പറയുന്ന അതിനെ വരച്ച് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തയ്യാറാക്കുന്ന പ്രധാനമായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിരിക്കും, അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ആളുകൾ കാണും, അല്ലെ. ഇവരുടെ ഈ പറയുന്ന മേലുദ്യോഗസ്ഥർ അവരെ സഹായിക്കുന്നെങ്കിലും എന്നാൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യും ഇത് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ആണ് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഈ പറയുന്ന ഓഫീസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇങ്ങോട്ടേക്കും ഫയലുകളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് കൈമാറാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഏറെക്കുറെ എല്ലാം ഈ പറയുന്ന ഓൺലൈൻ വഴിയാണ് എന്ത് ചെയ്യുന്നത് എല്ലാം നടക്കുന്നത്. ഈ പറഞ്ഞ ഫയൽ കൈമാറ്റമായാലും പറയുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള നോട്ടീസുകൾ വരുന്നതായാലും, അല്ലേ, ഇത് അയക്കേണ്ടതൊക്കെ ആരാണ്? ഈ പറയുന്ന വില്ലേജ് ബിൽ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെ. ഇത് വരുന്നത് അത് കൈപ്പറ്റുക എന്നുള്ളതും അത് ഈ പറയുന്ന മേലധികാരികളെ എന്താണ് അറിയിക്കുന്നതും, അല്ലെ, അതൊക്കെ അയക്കുന്ന ഡ്യൂട്ടിയാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ഡ്യൂട്ടിയാണ്. മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെ. ഈ നാടുകളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ട വരും? ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളായിരുന്നു ഈ പറയുന്ന രീതിയിൽ ബ്ലോക്കും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നത് ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്, അല്ലേ. അപ്പോൾ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും മറ്റു സ്കൂളുകളിലും, അല്ലേ, പോയി ഇരിക്കേണ്ടതായിട്ട് ആർക്ക് വരും? ഈ പറഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ജോലി ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്, അല്ലേ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലികൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ഇലക്ഷനായിട്ടുള്ള വർക്കുകളൊക്കെ എന്ത് ചെയ്യണം ഇലക്ഷൻ വർക്കുകളൊക്കെ എന്ത് ചെയ്യണം ചെയ്യേണ്ടതായിട്ട് വില്ലേജ് ബിൽ അസിസ്റ്റന്റിന് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം പ്രധാനമായിട്ട് പുതുതായിട്ട് ഒരാൾ ജോലിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്ലോട്ട് നമ്മൾ അളക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ കണക്കാക്കുകയോ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം ഇതിന് മുമ്പായിട്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ എന്ത് ചെയ്യും നമുക്ക് നൽകുന്നതായിരിക്കും, അല്ലേ. ഈ പറയുന്ന ആദ്യം തന്നെ നമുക്ക് ഒരു ജോലി കിട്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെന്ന് കയറുകയല്ലേ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം ബേസിക് ട്രെയിനിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവരുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും ട്രെയിനിങ് ആദ്യം ലഭിക്കും. പിൽക്കാലത്ത് നമ്മൾ ആദ്യമൊക്കെ ഈ പറയുന്ന രീതിയിൽ ഫീൽഡിലൊക്കെ പോയി അസിസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലേ, വില്ലേജ് നമ്മൾ ഈ പറഞ്ഞ ഫീൽഡുകളിൽ ചെല്ലുന്ന സമയങ്ങളിൽ നമ്മൾ മേലുദ്യോഗസ്ഥർ എന്ത് ചെയ്യും അത്രത്തോളം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്കറിയാം എങ്ങനെയൊക്കെ ഈ പറഞ്ഞ മെഷർ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും, അല്ലേ. ഞങ്ങൾക്കറിയാം നിങ്ങൾ അടുത്തുള്ള ആരെങ്കിലും വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ആയിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചാൽ മനസ്സിലാവും. അവരെന്ത് ചെയ്യും ഇത് കുറേ ദിവസങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് മനസ്സിലാവും എന്നുള്ളതാണ്, അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെ ഒരു പ്ലോട്ട് ഈ പറയുന്ന ഒരു മെഷർമെൻറ്റ് തയ്യാറാക്കണമെന്നും, അല്ലേ, അതിനെക്കുറിച്ചുള്ള സ്കെച്ച് എങ്ങനെയൊക്കെ വരയ്ക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ്, അല്ലേ. ഇത്രയാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ഡ്യൂട്ടീസിനകത്ത് വരുന്നത്. പിന്നെ അതിനകത്ത് ബന്ധപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. അതായത് ഈ പറഞ്ഞ ട്രഷറിലും താലൂക്കിലൊക്കെ പ്രധാനമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇപ്പം ആളുകൾ എന്ത് ചെയ്യുന്നില്ല വന്ന് കൊണ്ടുവന്ന് ഈ പറയുന്ന പൈസയൊന്നും അടയ്ക്കാറില്ല, അല്ലേ. ഇപ്പം എല്ലാം ഓൺലൈൻ വഴിയാണ്. അപ്പം അതിനെ ചെറിയ നീക്കുപോക്കുകളും അതേപോലെ വില്ലേജിലൊക്കെ ഈ പറയുന്ന ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ആളുകൾ ചോദിച്ചു വരാറുണ്ട്, അല്ലേ. സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു വരാറുണ്ട്. അപ്പം അതിന് വേണ്ടുന്ന ഈ പറയുന്ന രീതിയിൽ എഴുത്തുകുത്തുകളൊക്കെ എന്ത് ചെയ്യുന്നത് നടത്തുന്നത്, അല്ലേ. അതും ആരാണ്? ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള അതിനകത്ത് എന്ത് ചെയ്യുന്നത് എഴുത്തുകുത്തൊക്കെ നടത്തുന്ന ആരാണ്? അത് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഡ്യൂട്ടിക്കകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത് ആണെന്നുള്ളതാണ്, അല്ലേ. അത് പിന്നെ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറൊക്കെ നോക്കി ശരിയാണെന്ന് വിലയിരുത്തിയതിനു ശേഷം എന്ത് ചെയ്യും അത് ഇഷ്യൂ ചെയ്യാറാണ് എന്ത് ചെയ്യുന്നത് പതിവ് എന്നുള്ളതാണ്, അല്ലേ. അതേപോലെ തന്നെ വില്ലേജായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ആദ്യം പറയുന്ന രീതിയിൽ തീർത്തു കൊടുക്കുന്നത് ആർക്കാരായിരിക്കും?
അല്ലേ? നമുക്ക് ഈ പറഞ്ഞ ഒരാൾ വില്ലേജിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടല്ലേ, പാവപ്പെട്ട ആളുകളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊണ്ട് ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ഏതൊക്കെ ഡോക്യുമെൻ്റൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ള കുറിച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഓഫീസർമാരായിരിക്കില്ല എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അതിനൊക്കെ എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത് ആരായിരിക്കും, അത് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഡ്യൂട്ടീസിനകത്ത് വരുന്നത് അല്ലേ, VFEക്കകത്ത് പ്രധാനമായിട്ട് വന്ന ഡ്യൂട്ടികളിൽ പെടുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, ഈ പറഞ്ഞ VFAയോട് ബന്ധപ്പെട്ടുള്ള ഏകദേശം ഐഡിയ കിട്ടിയിട്ടെന്ന് വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതയാണ് അല്ലേ. പ്രൊമോഷൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇച്ചിരി എന്ത് ചെയ്യുന്നത്, അപ്പോൾ ആളുകളെ പുറമോട്ടേക്ക് വലിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇതേ ക്വാളിഫിക്കേഷൻ വെച്ചുള്ള വില്ലേജ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിക അത് LDയും ഇത് എന്താണ് LGSുമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ വില്ലേജ് അസിസ്റ്റൻ്റ് പിൽക്കാലത്ത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ വില്ലേജ് ഓഫീസർ എന്നാണ് പറയുന്ന തഹസീൽദാറൊക്കെ എന്തുകൊണ്ടായിട്ട് മാറുന്നുണ്ടെങ്കിലും LGS എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന LGS തസ്തികയിൽ ഈ പറഞ്ഞ VFAക്കകത്ത് പറഞ്ഞ പ്രൊമോഷൻ സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ് അല്ലേ. കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ്. ഗ്രേഡ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ശമ്പളവും എന്ത് ചെയ്യുന്നുണ്ട്, കൂടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഈ പറയുന്ന ജോലി സാധ്യതയെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ VFAയോട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന VFAക്ക് വേണ്ടി വില്ലേജ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ബെവ്കോ LDC ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ASDB അക്കാഡമി ഇതിനെല്ലാം വേണ്ടി 3-in-1 ബാച്ച് പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റുകളൊക്കെ അല്ലേ, മോക്ക് ടെസ്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യാം, ASDB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. എന്ത് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ പോകുന്ന ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടുകളും മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന ക്ലാസ് ഗ്രൂപ്പ് അതേപോലെ നമ്മൾ ഈ പറയുന്ന PYQ സെഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്ക് പറയുക നമ്മുടെ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങി എന്ത് ചെയ്യുക, ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഉടനെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ വില്ലേജ് ബ്ലാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ബോക്സിൽ എന്ത് നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം താങ്ക് യു.